ബിഗ് ബോസിലേക്ക് കോമണേഴ്സിന് പങ്കെടുക്കാനുള്ള സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ലിങ്ക് പുറത്തു വന്നിരിക്കുകയാണ്. എൻ്റെ പൊന്നു മക്കളെ, പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു സംഭവമാണ്. എപ്പോഴാണ് വരിക നമ്മുടെ കോമണേഴ്സിന് പങ്കെടുക്കാനുള്ള ലിങ്ക്, വെബ്സൈറ്റ്, എങ്ങനെയാണ് അതിൽ അപ്ലോഡ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് പറയേണ്ടത്, കഴിഞ്ഞ വർഷത്തെ പോലെയാണോ, ക്രൈറ്റീരിയാസ് മാറിയോ, ജിയോ ഹോട്ട്സ്റ്റാറിൽ വെച്ച് നടക്കാൻ പോകുന്ന ബിഗ് ബോസ് അഗ്നിപരീക്ഷ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ ഹോസ്റ്റ് ആരായിരിക്കും, എങ്ങനെയാണ് അതിലെ മത്സരങ്ങളൊക്കെ, കടുത്ത മത്സരങ്ങളാണോ എന്നൊക്കെ ഉള്ളത് ഒത്തിരി പേര് കമന്റ്സിലൂടെ ചോദിക്കുന്നതാണ്. അപ്പൊ അതിനെക്കുറിച്ച് ഒരു അപ്ഡേറ്റ് പറയാനാണ് വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോ നമ്മുടെ മലയാളം ബിഗ് ബോസിൽ നമ്മൾ എപ്പോൾ കോമണേഴ്സിനുള്ള ലിങ്ക് വരും എന്ന് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ തമിഴ് ബിഗ് ബോസ് സീസൺ 10ന്റെ കോമണേഴ്സിന് പങ്കെടുക്കാനുള്ള ലിങ്ക് വന്നിരിക്കുകയാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. കോമണേഴ്സിന്റെ ലിങ്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മലയാളത്തിൽ മാത്രമല്ല, ഇത്തവണ തമിഴിലും കോമണേഴ്സിനെ പങ്കെടുക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു തമിഴിൽ ആദ്യമായിട്ട് കോമണേഴ്സിനെ പങ്കെടുപ്പിക്കുന്നത് സീസൺ 6ലാണ്. 2 പേരുണ്ടായിരുന്നു, ധനലക്ഷ്മിയും ഷിവിനും. ഷിവിൻ ട്രാൻസ്വുമൺ ആണ്. അപ്പൊ അങ്ങനെ 2 പേര് ആ സീസണിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഈ സീസൺ 10ലാണ് ആ ഒരു അപ്ഡേറ്റ് വീണ്ടും കോമണേഴ്സിനെ പങ്കെടുക്കാന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത്. ഡയറക്റ്റ് വിജയ് സേതുപതി പ്രൊമോയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിനകത്ത് ബിഗ് ബോസിന്റെ ലോഗോയോ കാര്യങ്ങളോ അങ്ങനെയൊന്നും പറയുന്നില്ല. പക്ഷേ അതിനൊരു പ്രൊമോ ഉണ്ട്. അതിനകത്ത് കുറച്ച് പേർക്ക് ഇങ്ങനെ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ആ ബിഗ് ബോസ് നമുക്ക് പങ്കെടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള വെച്ചിട്ടുള്ള ഒരു പ്രൊമോ. അപ്പോൾ അതിനകത്ത് നമ്മുടെ സാധാരണക്കാർക്ക് പങ്കെടുക്കാനുള്ള വെബ്സൈറ്റ് തന്നിട്ടുണ്ട്. 2 മിനിറ്റുള്ള വീഡിയോയാണ് അതിനകത്ത് അപ്ലോഡ് ചെയ്യേണ്ടത്. www.vijay.geostar.com എന്നുള്ള വെബ്സൈറ്റിലാണ് അപ്ലോഡ് ചെയ്യാനുള്ളത്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ മലയാളികളാണെങ്കിലും ബിഗ് ബോസിൽ പങ്കെടുക്കാൻ കാത്തിരിക്കുന്ന കുറേ പേരുണ്ട്. അപ്പൊ ഇതിനകത്ത് തന്നെ തമിഴ് അറിയാന്നുള്ള കുറെ ആൾക്കാരുണ്ടാവും അല്ലേ? തമിഴ് നല്ല പച്ചവെള്ളം പോലെ അറിയാവുന്ന ആൾക്കാരുണ്ടാവും. അപ്പം അവർക്കൊക്കെ ബിഗ് ബോസിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഈ തമിഴിന്റെ വെബ്സൈറ്റിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്താലും മതി. നിങ്ങൾക്ക് സുഖമായിട്ട് അതിനകത്ത് സെലക്ഷൻ കിട്ടും, നിങ്ങൾ നല്ല പോലെ തന്നെ പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് മക്കളെ. അപ്പൊ തമിഴ് അറിയാന്നുള്ള ബിഗ് ബോസ് ഓഡിയൻസ് നമ്മുടെ മലയാളത്തിൽ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യൂ ആ പറയുന്ന വെബ്സൈറ്റിൽ. അതിപ്പോൾ ഏതാണ്ട് ഈ ഒരു 1 മന്ത് തന്നെ ആയിരിക്കും ഉണ്ടാവുക. അറിയാൻ പറ്റുന്നതനുസരിച്ച് നമ്മുടെ മലയാളത്തിലും തമിഴിലും മാത്രമല്ല, തെലുങ്കിലും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു ബിഗ് ബോസ് അഗ്നിപരീക്ഷ. അതുപോലെ തന്നെ ഇത്തവണയും അഗ്നിപരീക്ഷയുടെ 2nd സീസൺ എന്ന് പറഞ്ഞിട്ടായിരിക്കും അനൗൺസ് ചെയ്യുന്നത്. അതിന് വീണ്ടും അഗ്നിപരീക്ഷ തന്നെ വരുമോ എന്തോ അറിഞ്ഞുകൂടാ. ചിലപ്പോൾ ഇനി പുതിയ പേര് വല്ലതും ആണോ എന്തോ അറിയില്ല. അപ്പം തെലുങ്കിലും ഉണ്ടാകുന്നത് തന്നെയാണ് അറിയാൻ പറ്റുന്നത്. തമിഴിൽ ഇപ്പോൾ ഡയറക്റ്റ് അതങ്ങ് പുറത്തു വിട്ടു. നമ്മുടെ മലയാളത്തിൽ ഇതുവരെയും കോമണേഴ്സിന്റെ സാധനം വന്നിട്ടില്ല. ഐ തിങ്ക് നാളെ ഓർ മറ്റന്നാളെ അല്ലെങ്കിൽ ഈ ഒരു വീക്ക് തന്നെ വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പം നമ്മുടെ ബിഗ് ബോസ് അഗ്നിപരീക്ഷയിൽ ആരായിരിക്കും ഹോസ്റ്റ് ആയിട്ട് വരാൻ സാധ്യത? മുൻ സീസണുകളിലെ ഏതെങ്കിലും വിജയികൾ വിന്നേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? നമ്മുടെ ബിഗ് ബോസ് അഗ്നിപരീക്ഷ തെലുഗുവിൽ വന്ന പോലെ മലയാളത്തിലും ഏതെങ്കിലും വിന്നേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അക്സെപ്റ്റൻസ് കിട്ടുമോ? അല്ലെങ്കിൽ അവിടെയുള്ള അത് മാനേജിങ് പവറൊക്കെ എങ്ങനെ ഇരിക്കും? ആ ഒരു ഒരു പവർ വേണമല്ലോ ഹോസ്റ്റിന്, അതെങ്ങനെ ഇരിക്കും എന്നൊക്കെയുള്ള നിങ്ങൾ താഴെ മസ്റ്റായിട്ട് കമന്റ് ചെയ്യുക. അതിനെക്കുറിച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ അപ്ഡേറ്റ് ഞാൻ ഇടുന്നതായിരിക്കും. ആദ്യം നിങ്ങളൊക്കെ എന്ത് പറയുന്നു എന്ന് ഞാനൊന്ന് കേൾക്കട്ടെ. അതോ മറ്റാരെങ്കിലും ആങ്കറായിട്ട് വന്നാലായിരിക്കുമോ നന്നായിട്ടുണ്ടാവുക? എന്തായാലും ലാലേട്ടൻ വരില്ലല്ലോ. അപ്പൊ പിന്നെ അതിന് ബിഗ് ബോസ് അഗ്നിപരീക്ഷയ്ക്ക് വേണ്ടി ലാലേട്ടൻ വരില്ല, ബിഗ് ബോസിന് വേണ്ടി ലാലേട്ടൻ വരും. അപ്പോൾ ഇതിനു വേണ്ടി ആരൊക്കെ വരാനാണ് സാധ്യത എന്നൊക്കെ ഉള്ളത് നിങ്ങൾ താഴെ പറയുക. ഞാൻ കുറച്ചൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് എനിക്ക് അതിനെ കുറിച്ച് പറയണം എന്നുണ്ട്. നാളെ ആവട്ടെ ഞാൻ പറയാം. അപ്പൊ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് പറയണം. നമ്മുടെ തമിഴിലും ഇതുപോലെ തന്നെയായിരിക്കും. ബിഗ് ബോസ് കോമൺ മാൻ കോൺടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതും ഇതുപോലെ തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് അതിൽ നിന്ന് കുറച്ച് പേരെ സെലക്ട് ചെയ്ത് ഒരു പ്രോഗ്രാം നടത്തി അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത. ലക്ഷണം കണ്ടിട്ട് 1 മിനിറ്റുള്ള ദൈർഘ്യമുള്ള ഒരു പ്രൊമോയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തമിഴ് അറിയാമെന്നുള്ളവർ മലയാളികൾ പോയി അടിപൊളിയായിട്ട് അതിൽ പെർഫോം ചെയ്യുക. നിങ്ങൾക്ക് ബിഗ് ബോസിനകത്ത് പോയി കഴിഞ്ഞാൽ എന്താണ് ചെയ്യാൻ പറ്റുന്നത്? നിങ്ങൾ എന്തിനാണ് ബിഗ് ബോസ് ഒരു പ്ലാറ്റ്ഫോം പോലെ ചൂസ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് വളരെ ജെന്യുവിൻ ആയിട്ട് നിങ്ങളുടെ മൈൻഡിൽ തോന്നുന്ന ഒരു സംഭവം 2 മിനിറ്റ്സിൽ റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുത്താലും മതിയാകും. അപ്പോൾ ഇതാണ് ഈ ഒരു വീഡിയോ. തമിഴിൻ്റെ ഒരു വീഡിയോയാണിത്. പക്ഷേ മലയാളികൾക്കും തമിഴ് അറിയാമെന്നുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ,
മലയാളത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അഗ്നി പരീക്ഷയുടെ പുതിയ പ്രൊമോയ്ക്ക് വേണ്ടിയിട്ട് അഗ്നി പരീക്ഷ തന്നെ ആവട്ടെ ഇത്തവണ. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇന്ന് സ്കൂൾ തുറപ്പാണ്. സ്കൂളിലോട്ടൊക്കെ നമ്മുടെ കുട്ടികൾ കുറേ, നമ്മുടെ വ്യൂവേഴ്സൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്, തന്നെ എപ്പോഴും ഫോൺ വിളിക്കാറൊക്കെ ഉണ്ട്. കുറേ കുട്ടികൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചേട്ടാ എന്തായി ചേട്ടാ എപ്പോൾ വരും ചേട്ടാ, അതൊക്കെ കൊച്ചു കുട്ടികളാണ് സംസാരിക്കുമ്പോൾ. എല്ലാവരും പോയി അടിപൊളിയായിട്ട് പഠിച്ച് നന്നായിട്ട് മുന്നോട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.